ഗൈസ്, വെൽക്കം ബാക്ക് ടു പതു നമ്പാടിയും ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കണ്ടന്റ് ആയിട്ട് തന്നെയാണ്. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4th സ്റ്റാൻഡേർഡിലും 5th സ്റ്റാൻഡേർഡിലും വളരെയധികം ഉപകാരപ്പെടുന്ന രണ്ട് കാര്യം സയൻസിൽ പരീക്ഷയ്ക്ക് വരുന്നതാണ്. എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ്. അത് സോളിഡ് ലിക്വിഡ് ഗ്യാസസിൽ അങ്ങനത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് വല്ല ഉണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും കാണും കേട്ടോ. ഗൈസ്, 4th 5th ഇതിൻ്റെ ചാപ്റ്റർ ഉണ്ടെന്നാണ് കേട്ടോ ടെക്സ്റ്റിലൊക്കെ കണ്ടത്. അത് ഞാൻ പറഞ്ഞുതരാം. വാട്ട് ഈസ് ഫിസിക്കൽ ചേഞ്ച് ആൻഡ് വാട്ട് ഈസ് കെമിക്കൽ ചേഞ്ച്, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്താണ് കെമിക്കൽ ചേഞ്ച്, എന്താണ് ഫിസിക്കൽ ചേഞ്ച്, അതിനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, പല രീതിക്ക് നമ്മൾക്ക് ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ വരും ഡിഫറെൻറ്റ് ബിറ്റ്വീൻ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. ചിലപ്പോൾ വരും വാട്ട് ഈസ് ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. ക്വസ്റ്റ്യൻ ഇഷ്ടമുള്ള രീതിയിൽ വന്നോട്ടെ, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. പിന്നെ പറയും അവർ ചിലപ്പോൾ മാത്രം ഗീവ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ എക്സാമ്പിൾ കൊടുക്കുക. എങ്ങാനും വേണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ പറഞ്ഞോളാം. ഫിസിക്കൽ ചേഞ്ച് ഫസ്റ്റ് തന്നെ ഞാൻ വായിച്ചു തീർക്കാം, എന്നിട്ട് മീനിങ് പറഞ്ഞുതരാം. ഫിസിക്കൽ ചേഞ്ച്, a change which only the physical properties of a substance is called physical change. It is a reversible change. Cutting of a vegetable and tearing of a paper. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടിങ് ഓഫ് എ വെജിറ്റബിൾ. നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുക്കമ്പർ എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുക്കമ്പർ തന്നെയല്ലേ ഒരു പീസ്. പിന്നെ ഒരു പേപ്പർ കീറി കഴിഞ്ഞാൽ ആ പീസ് ഒരു പേപ്പർ തന്നെയല്ലേ എന്തായാലും. A changes which only the physical properties of substance is called physical change. നമ്മൾ എന്ത് ചെയ്താലും നമ്മളിപ്പോൾ അത് കട്ട് ചെയ്താൽ അത് എന്താവും. ഇപ്പം ഞാനൊരു പറഞ്ഞല്ലോ, ഞാൻ സവാളയോ കുക്കുമ്പറോ എന്തെങ്കിലും എടുത്ത് ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പീസ് ആ ഒരു പീസ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു വെജിറ്റബിൾ ആണ്, അല്ലെങ്കിൽ ആ ഒരു സാധനമാണ്. നമുക്കിപ്പോൾ കുക്കുമ്പർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സവാള കിട്ടുമോ? ഇല്ലല്ലോ. കുക്കുമ്പർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുക്കുമ്പർ തന്നെയല്ലേ കിട്ടുക. അത്രേ ഉള്ളൂ ഇതിൽ പറയുന്നത്. പിന്നെ കെമിക്കൽ ചേഞ്ച്, എ ചേഞ്ച് ഇൻ വിച്ച് എ ന്യൂ സബ്സ്റ്റൻസ് ഇസ് ഫോംഡ് ഈസ് കോൾഡ് കെമിക്കൽ ചേഞ്ച്. പിന്നെ ഇറ്റ് ഈസ് എ നോൺ റിവേഴ്സിബിൾ ചേഞ്ച്. എക്സാമ്പിൾ ബേണിംഗ് ഓഫ് എ പേപ്പർ ആൻഡ് റെസ്റ്റിംഗ് ഓഫ് അയൺ. ഇതിൽ പറഞ്ഞേക്കുന്നത് എക്സാമ്പിൾ ബേണിംഗ് ഓഫ് എ പേപ്പർ ആൻഡ് റെസ്റ്റിംഗ് ഓഫ് എ അയൺ. കെമിക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പേപ്പർ എടുത്ത് ഞാൻ തീയിലിട്ട് കത്തിച്ചറിഞ്ഞാൽ അത് എന്താവും? അതൊരു ചാരമായി മാറും. അപ്പോൾ അതൊരു പുതിയ പ്രൊഡക്റ്റാണ് നമ്മൾക്ക് അതിലൂടെ കിട്ടുന്നത്. അല്ലാതെ പേപ്പർ ഞാൻ കത്തിച്ചു കഴിഞ്ഞാൽ പേപ്പർ തന്നെയാണ് അവിടെ കിട്ടുന്നത്. പേപ്പർ തന്നെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ടിയർ ചെയ്താലാണ് അത് ഇവിടെ ഫിസിക്കൽ ചേഞ്ച് ആയിട്ട് മാറുന്നത്. പക്ഷേ ഞാനത് ബേൺ ചെയ്ത് കളഞ്ഞാലോ? ഞാനൊരു പേപ്പർ എടുത്ത് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കെമിക്കൽ ചേഞ്ച് ആവും. എന്താ വെച്ച് കഴിഞ്ഞാൽ എ ചേഞ്ച് വിച്ച് ന്യൂ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് കെമിക്കൽ ചേഞ്ച്. ഒരു സാധനത്തിനെ നമ്മൾ അത് കളഞ്ഞ് ഒരു പുതിയ സാധനം ഉണ്ടാക്കുകയാണ്, അതിൻ്റെ പേരാണ് കെമിക്കൽ ചേഞ്ച്. റെസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും കമ്പി സാധനങ്ങളൊക്കെ ഇല്ലേ, അത് തുരുമ്പെടുത്ത് കഴിഞ്ഞാൽ എന്താവും? അത് തുരുമ്പെടുത്ത് അതിൻ്റെ പെയിൻ്റൊക്കെ പോയി കഴിഞ്ഞാൽ അത് എന്താവും? അതൊരു തുരുമ്പെടുത്ത ഒരു സാധനമായി മാറും. അല്ലാതെ അയൺ തന്നെയായിട്ട് നിൽക്കും. ഒരു പുതിയ അയൺ തന്നെയായിട്ട് നിൽക്കും, പക്ഷേ ഒരു പുതിയ തുരുമ്പെടുത്ത പോലത്തെ ഒരു പ്രൊഡക്റ്റ് ആയത് മാറും. അതുകൊണ്ടാണ് അതിനെ കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. വലിയൊരു എക്സാമ്പിളാണ് ബേണിംഗ് ഓഫ് എ പേപ്പർ. അപ്പം നിങ്ങളോട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ നെയിം ദ ഫോളോവിങ്ങിൽ ചോദിക്കുകയാണ്, ഗീവ് എനി 2 എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ചിൻ്റെ 2 എക്സാമ്പിൾ തരാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ഏറ്റവും മെയിനായിട്ടുള്ളത് ബേണിംഗ് ഓഫ് എ പേപ്പർ ആൻഡ് റെസ്റ്റിംഗ് ഓഫ് എ അയൺ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇത് മീനിങ് മനസ്സിലാക്കി എടുത്താൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ലോണം എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാം ആൻഡ് ബൈ, സീ യു.